സംസ്കാര സമ്പന്നമായ ഒരു ഭൂതകാലം ഉമ്മത്തൂരിനുണ്ടായിരുന്നെന്ന് അതിൻ്റെ പ്രാചീന ചരിത്രം തെളിയിക്കുന്നു. ഉമ്മത്ത് എന്ന അറബി പദവും ഊര് എന്ന തമിഴ് പദവും ചേർന്നാണ് ഉമ്മത്തൂര് എന്ന സ്ഥലനാമം ഉണ്ടായത്. കരിയാടൻകുന്ന്, കാരക്കുന്ന് എന്നിങ്ങനെ കാടുമേടുകൾ നിറഞ്ഞ പ്രകൃതിദത്തമായ കോട്ടകളാൽ സംരക്ഷിതമായ ദ്വീപിന് സമാനമായ പ്രദേശമായിരുന്നു ഉമ്മത്തൂർ. നേരത്തെ ഉമ്മത്തൂരും പ്രാന്തപ്രദേശവും കടത്തനാട്, ആയഞ്ചേരി, കുറ്റിപ്പുറം രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. പാറക്കടവ്, കല്ലിക്കണ്ടി, മുണ്ടത്തോട് എന്നീ പുഴകൾക്കിപ്പുറത്തായി ഉമ്മത്തൂര് ഒറ്റപ്പെട്ടു നിന്നു. മലമേടുകളും കൊച്ചരുവികളും വയലേലകളും കൊണ്ട് സമൃദ്ധമായ ഉമ്മത്തൂരിൻ്റെ ഗ്രാമഭംഗി ആരുടെയും കരൾ കവരുന്നതായിരുന്നു. ഉമ്മത്തൂരിനെ ചുറ്റി ഒഴുകുന്ന മയ്യഴിയുടെ കൈവഴിയായ പാറക്കടവ് പുഴ അതിൻ്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി. ഇവിടേക്ക് സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രാണവായു കടന്നുവരുന്നത് 1208 ആണെന്ന് പറയാം. ഇറാഖിലെ ഗൂഫയിൽ നിന്നും പെരിങ്ങത്തൂരിൽ എത്തിച്ചേർന്ന സയ്യിദ് മുഹമ്മദ് അബ്ദുറഹിമാൻ അലി അൽ ഗൂഫിയുടെ സാന്നിധ്യത്തിൽ ഇസ്ലാം മത പ്രബോധനത്തിൻ്റെ കാഹളം മുഴങ്ങി. നാടുവാഴിത്തത്തിൻ്റെ കാലത്ത് കടത്തനാട് രാജാവ് രാജഗോപാലവർമ്മയുടെ കീഴിലായിരുന്നു ഉമ്മത്തൂർ. രാജാവും പരിവാരങ്ങളും താമസിച്ചിരുന്ന കേന്ദ്രങ്ങൾ ആണ് പിന്നീട് ഇവിടുത്തെ പ്രധാന ഭവനനാമങ്ങളായി മാറിയത്. രാജാവ് താമസിച്ച കൊട്ടാരവും മലയൻ താമസിച്ചിരുന്ന മലയനാണ്ടിയിലും അലക്കുകാർ താമസിച്ചിരുന്ന വണ്ണത്താൻ വീട്ടിലും പൂജാതികർമ്മികൾ താമസിച്ചിരുന്ന ഇല്ലത്തും ഇരുമ്പുപണിക്കാർ താമസിച്ച കൊല്ലാടത്തിലും ഇതിൽപ്പെടുന്നു. ഉമ്മത്തൂരിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് അടിത്തറയിട്ടുകൊണ്ട് ഒരു LP സ്കൂൾ തുടങ്ങിയത് 1885